നമസ്കാരം. മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ചാന്ദ്ര. മകരജ്യോതി ദർശന സായുജ്യത്തിൽ ഭക്തസഹസ്രങ്ങൾ. പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് മകരനക്ഷത്രവും തെളിഞ്ഞതോടെ ശരണം വിളികളോടെ കൈകൾ കൂപ്പി പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ദർശന സായുജ്യമടഞ്ഞു. ഒരേയൊരു മനസ്സോടെ ശരണം വിളികളുമായി കാത്തിരുന്ന പതിനായിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് ദർശന പുണ്യം നേടി സംതൃപ്തിയോടെ മലയിറങ്ങുന്നത്. മകരവിളക്കിന് മുന്നോടിയായി നേരത്തെ തന്നെ ശബരിമല സന്നിധാനവും വ്യൂ പോയിന്റുകളും തീർത്ഥാടകരാൽ നിറഞ്ഞിരുന്നു. ഇന്നലെ പുലർച്ചെ 2:30 മകരസംക്രമ പൂജയോടെയാണ് മകരവിളക്ക് ചടങ്ങുകൾക്ക് തുടക്കമായത്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തി 6:30 18-ാം പടി കയറി. തുടർന്ന് സന്നിധാനത്തെ ശ്രീകോവിൽ സർവാഭരണ വിഭൂഷിതനായ അയ്യപ്പന് ദീപാരാധന. തൊട്ടുപുറകെ പൊന്നമ്പലമേട്ടിൽ 6:46 മകരജ്യോതി തെളിഞ്ഞപ്പോൾ ശരണം വിളികൾ ഉയർന്നു മുഴങ്ങി. മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്തെയും പരിസരത്തെയും മന്ത്രി കെ രാധാകൃഷ്ണൻ വിലയിരുത്തിയിരുന്നു. സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ രാവിലെ 11:30 മുതൽ പമ്പയിൽ നിന്ന് ആരെയും കയറ്റിവിട്ടില്ല. 40,000 വെർച്വൽ ക്യൂ നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ദിവസങ്ങൾക്ക് മുന്നേ സന്നിധാനത്തെത്തിയവർ പർണശാലകൾ കെട്ടി സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി തമ്പടിച്ചിരുന്നു. വിവിധ ദേശം, ഭാഷ, സംസ്കാരമുള്ളവരുടെ ഒരേ മനസ്സോടെയുള്ള കാത്തിരിപ്പാണ് മകരജ്യോതി ദർശനത്തോടെ പൂർണ്ണതയിലെത്തിയത്. 1.5 ലക്ഷത്തിലധികം ഭക്തർ മകരവിളക്ക് ദർശനത്തിനായി സന്നിധാനത്തെത്തിയെന്നാണ് വിലയിരുത്തൽ. ഇതിനു പുറമെ പുല്ലുമേട്, പരുന്തുംപാറ, പാഞ്ചാലിമേട് തുടങ്ങിയ ഇടങ്ങളിലും 10,000-കണക്കിന് പേരാണ് മകരവിളക്ക് ദർശിച്ചത്. മകരവിളക്കിന് മുന്നോടിയായി സന്നിധാനത്ത് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഈ മാസം 19 വരെ ഭക്തർക്ക് ദർശനം നടത്താം. ന്യൂസ് ഡെസ്ക്, മെട്രോ വാർത്ത.